കഴിക്കാനെന്തെങ്കിലും വേണോ? നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ഇനി കഥ കേട്ട് ഞാനെങ്ങാനും ഉറങ്ങിപ്പോയാ തൊട്ടുണർത്താനൊന്നും നിൽക്കണ്ട. ശരി, സമ്മതിച്ചു. ഉറങ്ങാൻ മോള് ശ്രമിച്ചോ, ഉറക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കും. മോൾക്ക് കഥകൾ ഇഷ്ടമല്ലേ? ആദ്യം നമുക്ക് ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. പണ്ട് ശ്രീകൃഷ്ണന്റെ മധുരയ്ക്കടുത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടെ മോളെ പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അതിമനോഹരമായിരുന്നു, മോളുടേതുപോലെ. പല്ലുകൾ മുല്ലമൊട്ട് പോലെ. വടിവൊത്ത ശരീരമായിരുന്നു. അഴിച്ചിട്ട മുടി മുട്ടോളം മുട്ടി നിൽക്കുമായിരുന്നു. അരയിൽ തൂങ്ങിയാടുന്ന സ്വർണമണികൾ നിറഞ്ഞ അരഞ്ഞാണ്. പൊക്കിൽ ചുഴിക്ക് ചുറ്റും ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള രോമങ്ങൾ. പക്ഷേ ഇത്രയും സുന്ദരിയായിരുന്നിട്ടും അവൾ ഏറെ ദുഃഖിതയായിരുന്നു. അവൾ ഓരോരോ രാത്രിയിലും തനിക്ക് അനുയോജ്യരായ ഇണകളെ തേടിയിറങ്ങി അവരുമായി ശയിച്ചു. പക്ഷേ അവൾ ആരിലും തൃപ്തിയായില്ല. അവളുടെ പേര് മന്ദാകിനി എന്നായിരുന്നു. ഈ മന്ദാകിനിയുടെയും മോളുടെയും വികാരം ജനിപ്പിക്കുന്ന രതികേന്ദ്രം എന്തെന്നറിയാമോ? ഓരോ പെണ്ണിനും അത് വ്യത്യസ്തമാണ്. അവളുടെ രതികേന്ദ്രങ്ങൾ കണ്ടെത്തുന്നവനാണ് അവളുടെ യഥാർത്ഥ ഇണ. മോളുടെ ഏറ്റവും തീവ്രതയേറിയ ഭാഗം പറയട്ടെ, കീഴ്ച്ചുണ്ടും മോണയും ചേരുന്ന ഭാഗം, കീഴ്ച്ചുണ്ടിനുള്ളിലെ ചുംബനം. മോളുടെ വിയർപ്പിനെപ്പോഴും അരച്ചെടുത്ത ചന്ദനത്തിന്റെ മണമാണ്. എപ്പോഴെങ്കിലും മോളുടെ ഭർത്താവ് മോളുടെ ശരീരത്തിന്റെ ഗന്ധത്തെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് സുന്ദരിയാണ് കേട്ടോ. എനിക്ക് മോളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാണെന്നറിയാമോ? ഞാനത് രഹസ്യമായി ആസ്വദിക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? പക്ഷെ മോൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാനതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു. ഈ ലോകത്ത് മറ്റാരേക്കാളും മോളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അത് മോളുടെ ശരീരത്തെ മാത്രമല്ല, മനസ്സിനെ കൂടിയാണ്. ഞാൻ ഒരുപാട് ബോറടിപ്പിച്ചു മോളെ. പറയാനുള്ളത് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഒരാശ്വാസം. ഇന്നിത്രയും മതി. വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുളച്ചോറ് ബാക്കി വച്ചേക്കാമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. ഞാനെന്നാ കുറച്ചു നേരം പോയി കിടക്കട്ടെ മോളെ. മോള് റെസ്റ്റ് എടുത്തു പോട്ടെ.
ആ മോള് കഴിക്കാനിരുന്നോ? എന്ന് ഞാനൊരുന്നേക്കാം. മോളെ എണീക്കാണോ? ഞാൻ ചോദിച്ചെനിക്ക് തന്നില്ല. എന്റെ ബാക്കി കഴിക്കാൻ നിങ്ങൾ ആരാ? എന്റെ കെട്ടിയാനോ? അപ്പോ ആളെ കൊണ്ടൊന്നും വല്ല ശല്യം ഉണ്ടായോ? ഇയാൾ ഇത്ര കാര്യമായിട്ട് എന്താ നിന്നോട് പറയണേ? എനിക്കറിയില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇനിയൊരു 6 ദിവസം കൂടി ഇനി ശല്യത്തിന് സഹിച്ചാ മതിയല്ലോ. ഇന്നെന്താ എന്നോടൊന്നും പറയാനില്ലേ? നോ, മതി വരുവോളം എനിക്കിന്ന് മോളെ നോക്കിയിരിക്കണം. ലാലു, നിനക്കെന്നെ ഇഷ്ടമാണോ? എന്താപ്പോ? എനിക്ക് എന്നെ അത്ര ഇഷ്ടമാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് കൂടുതൽ നീ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ടില്ലല്ലോ. മോളെ, നീ ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നേ. എന്തിന്? നിന്റെ കാതിലൊരു സ്വകാര്യം പറയാനാ. അപ്പൊ മോളെ, നീ എന്റെ ജീവനാണ്, ആത്മാവാണ്, പ്രാണനാണ്.